LICയിൽ വീണ്ടും മുഖാമുഖം. ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതയോ? ഇന്ത്യൻ സൈനികരെ ചൈന തടഞ്ഞെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. അരുണാചൽ പ്രദേശിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പെട്രോളിംഗ് വാഹനത്തിന് ചൈനീസ് സൈന്യം ചുവപ്പ് കൊടി കാട്ടിയെന്നാണ് റിപ്പോർട്ട്. സംഭവം നടന്നതായി പറയപ്പെടുന്നത് അപ്പർ സുബൻസിരി ജില്ലയിലെ താക്സിംഗ് മേഖലയിലാണ്. പ്രാദേശിക പ്രതിപക്ഷ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ രൂപീകരിച്ച 4-അംഗ ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ദ അരുണാചൽ ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ മന്ത്രി കഫ ബെങ്കിയ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ മേഖല സന്ദർശിച്ചത്. പ്രദേശത്ത് ആടുകളെ മേയ്ക്കാൻ പോയ ഇന്ത്യക്കാരോട് ചൈനീസ് സൈനികർ തടസ്സം സൃഷ്ടിച്ചെന്ന വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം 25-ന് ഇന്ത്യൻ സൈന്യവും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തമ്മിൽ മുഖാമുഖമെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റുമുട്ടൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളല്ല ഇക്കൂട്ടത്തിൽ പറയുന്നത്. അതേസമയം ഇന്ത്യൻ സൈന്യം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. തക്സിംഗ് മേഖലയിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് സാധാരണഗതിയിൽ പെട്രോളിംഗ് ശക്തമാക്കുന്നത്. ഇതിനിടെ പരമ്പരാഗത അതിർത്തി മേഖലകളിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിക്കുന്നതിനെതിരെ പ്രാദേശിക സംഘടനകളും നേരത്തെ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അരുണാചൽ പ്രദേശിലെ 27ഓളം ഇടങ്ങൾക്ക് ചൈന ഏകപക്ഷീയമായി പേരുകൾ നൽകിയതിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. ഇന്ത്യയും ഈ 27 പ്രദേശങ്ങൾക്ക് മേഖലകൾക്ക് പേര് നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ താക്സിംഗിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ ഒട്ടും ശുഭകരമല്ല. അതിർത്തിയിലെ സ്ഥിതിഗതികൾ വീണ്ടും അങ്ങനെ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.